നമസ്കാരം. ജസ്റ്റിൻ ട്രൂഡോ കാനഡ പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ഇന്ത്യയുമായി ഉണ്ടായിരുന്ന നയതന്ത്ര ബന്ധത്തിൽ ഉലച്ചിൽ അനുഭവപ്പെട്ടിരുന്നു. ഖാലിസ്ഥാൻ വിഘടനവാദിയായിരുന്ന ഹർദീപ് സിംഗ് നിജാറിൻ്റെ വധവുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കാണ് ബന്ധമുള്ളത് എന്ന് അന്ന് കാനഡ പ്രധാനമന്ത്രി ആരോപിച്ചത്. ഇതേ തുടർന്നാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായത്. തുടർന്ന് നയതന്ത്ര ബന്ധത്തിൽ പോലും വലിയ തോതിലുള്ള ഉലച്ചിൽ സംഭവിച്ചിരുന്നു. രണ്ട് രാജ്യങ്ങളും അവരവരുടെ രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്ര പ്രതിനിധികളെ, പ്രധാനപ്പെട്ട മുതിർന്ന പദവിയിരിക്കുന്നവരെ മാറ്റുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മാർക്ക് കാർണി കാനഡയുടെ പ്രധാനമന്ത്രിയായതോടുകൂടി സ്ഥിതിഗതികൾ മറിയുകയാണ്. മാർക്ക് കാർണി ഇന്ത്യയുമായി ഏറ്റവും മികച്ച സൗഹൃദം പുലർത്താൻ ആഗ്രഹിക്കുന്നതായി പലവട്ടം പ്രഖ്യാപിച്ചിരുന്നു. അദ്ദേഹം നിരവധി ഉച്ചകോടികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്ത്യയുമായുള്ള ബന്ധം മോശമാക്കാനല്ല, കൂടുതൽ മെച്ചപ്പെടുത്താനാണ് തൻ്റെ ആഗ്രഹം എന്ന് അദ്ദേഹം പലവട്ടം പ്രഖ്യാപിച്ചിരുന്നു. ഏതായാലും അതിൻ്റെയൊക്കെ തന്നെ ഭാഗമായി ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം കാനഡയിലെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അനിത ആനന്ദ് എന്നാണ് കാനഡയിലെ വിദേശകാര്യമന്ത്രിയുടെ പേര്. ഇന്ത്യൻ വംശജയാണ്. അവരുടെ പിതാവ് തമിഴ്നാട് സ്വദേശിയും മാതാവ് പഞ്ചാബ് സ്വദേശിയുമാണ്. കാനഡയിലെ രാഷ്ട്രീയത്തിൽ വളരെ സജീവ സാന്നിധ്യമാണ് അനിത ആനന്ദ്. അങ്ങനെയാണ് അവർ അവിടുത്തെ വിദേശകാര്യമന്ത്രിയാകുന്നത്. ഡൽഹിയിലെത്തിയ അനിത ആനന്ദ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമൊക്കെ തന്നെ ദീർഘമായ ചർച്ചകൾ നടത്തി. ഇന്ത്യയുമായി എല്ലാ തലങ്ങളിലും സഹകരണം മെച്ചപ്പെടുത്താനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ഡോക്ടർ ജയശങ്കറും അനിത ആനന്ദും പിന്നീട് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു. പ്രധാനമന്ത്രിയായി നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ചൊക്കെ തന്നെ അവർ വളരെ സന്തോഷത്തോടു കൂടിയാണ് പ്രതികരിച്ചത്. അതുപോലെ ഡോക്ടർ ജയശങ്കറുമായി ഏതൊക്കെ തലങ്ങളിൽ ഇന്ത്യക്ക് കാനഡയുമായി സഹകരിക്കാമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വിശദമായ ചർച്ച നടത്തിയിരുന്നു. ഡൽഹിയിൽ മറ്റ് ചില കേന്ദ്രമന്ത്രിമാരുമായൊക്കെ തന്നെ അനിത ആനന്ദ് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. കൂടാതെ കാനഡ പ്രധാനമന്ത്രി ഇന്ത്യയുടെ വ്യവസായ തലസ്ഥാനമായ മുംബൈയിലേക്ക് പോകുന്നുണ്ട്. അവിടെയുള്ള വ്യവസായ പ്രതിനിധികളുമായൊക്കെ തന്നെ അവർ വിശദമായ ചർച്ച നടത്തുന്നുണ്ട്. ഏതായാലും ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായ ആ പ്രശ്നങ്ങളുടെയൊക്കെ പേരിൽ നയതന്ത്രബന്ധത്തെ പോലും വിച്ഛേദിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരാണ്, പ്രത്യേകിച്ച് മലയാളികളാണ് കാനഡയിലുള്ളത്. അവരെയൊക്കെ തന്നെ അന്ന് ഇക്കാര്യം വളരെയേറെ ആശങ്കയിലാഴ്ത്തിയിരുന്നു. കാരണം ജസ്റ്റിൻ ട്രൂഡോയെ പോലെയുള്ള ഒരു അറിയപ്പെടുന്ന ഇന്ത്യ വിരുദ്ധനായ ഒരാൾ അവിടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ പലതവണ ഉയർത്തിയിരുന്നു. മാത്രമല്ല, ജസ്റ്റിൻ ട്രൂഡോ ആകട്ടെ അവിടുത്തെ ഖാലിസ്ഥാൻ വിഘടനവാദികളെ നിരന്തരമായി പ്രോത്സാഹിപ്പിച്ചിരുന്നു. അവർ ഇന്ദിരാഗാന്ധിയുടെ ചിത്രം വരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയും ഇന്ത്യക്കെതിരെ പ്രതിഷേധ പ്രകടനം നടത്തുകയൊക്കെ തന്നെ ചെയ്തു. ഇന്ത്യയുടെ ദേശീയ പതാകയെ വരെ അനാദരിക്കുന്ന തരത്തിലുള്ള ചില സമരമുറകളുമൊക്കെ അവിടെ ഖാലിസ്ഥാൻ തീവ്രവാദികൾ നടത്തിയിരുന്നു. അതിനിടയിലാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഖാലിസ്ഥാൻ നേതാവായിരുന്ന ഈ നിജാർ കൊല്ലപ്പെടുന്നത്. ഇതിൻ്റെ പിന്നിൽ ഇന്ത്യൻ ഏജൻറ്റുമാരാണ് എന്ന് അന്ന് കാനഡ പ്രധാനമന്ത്രി പോലും പ്രഖ്യാപിക്കുകയും ഇന്ത്യ അക്കാര്യം ശക്തമായി തന്നെ നിഷേധിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ പേരിലാണ് പിന്നീട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായി തുടങ്ങിയിരുന്നത്. ഏതായാലും ജസ്റ്റിൻ ട്രൂഡോയെ പിന്നീട് കാനഡക്കാർക്ക് പോലും വേണ്ട എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ദയനീയമായി പരാജയപ്പെടുകയും മാർക്ക് കാർണി എന്ന അതിപ്രഗത്ഭനായ, അതായത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെയും ബാങ്ക് ഓഫ് കാനഡയുടെയൊക്കെ തന്നെ ഗവർണറായിരുന്ന, ലോകം അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഒരാളെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കുകയും ചെയ്തത്. ഒരുപക്ഷെ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്നുള്ള ആ ഒരു ദീർഘവീക്ഷണം കൂടി കൊണ്ടായിരിക്കാം ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നത് കാനഡയ്ക്കും ഇന്ത്യക്കും പരസ്പരം ഏറെ ഗുണകരമാകും എന്ന് അദ്ദേഹം കണ്ടെത്തിയതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കാം അവിടുത്തെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലെത്തി പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും ഇവിടുത്തെ പ്രധാനപ്പെട്ട മറ്റ് മന്ത്രിമാരുമായ നേതാക്കന്മാരും എല്ലാം തന്നെ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. ഏതായാലും ഇന്ത്യ കാനഡ ബന്ധത്തിൽ വീണ്ടും ഒരു കൂടിച്ചേരൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അനിത ആനന്ദിൻ്റെ ഈ ഇന്ത്യ സന്ദർശനം നമുക്ക് മനസ്സിലാക്കി തരുന്നത്.